ഹലോ, ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വേറൊരു വേർഷനുമായിട്ടാണ്. കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസ്ക ബണ്ണല്ല, മസ്ക ബ്രെഡാണ്. നമ്മൾ മസ്ക ബൺ പലതവണ വാങ്ങിയിട്ടുണ്ട്. പല ഫ്ലേവേഴ്സിലുള്ളത് വാങ്ങി. നോർമൽ മസ്ക ബൺ വാങ്ങി നോക്കി, പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത് വാങ്ങി നോക്കി. അപ്പോഴാണ് ജൂജുമ ഇങ്ങനെ ബ്രെഡിൽ ഒരു ദിവസം നമ്മൾ സ്നാക്കായിട്ട് ഈവനിങ്ങിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. ഒരു രക്ഷയില്ല. ബണ്ണിനേക്കാളും ഒക്കെ ഒരുപാട് സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ബണ്ണിനേക്കാളും ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ ബ്രെഡാണെന്ന്. അപ്പോൾ നമുക്കതൊന്ന് നിങ്ങളോടും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ വേണം. ബട്ടറിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും അതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു. അതങ്ങനെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ ആഡ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാം. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്യുക. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ഷോപ്പിൽ വരുന്ന അങ്ങനെയുള്ള ബ്രെഡ്. അപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് ഡേറ്റ് നോക്കണം. ഡേറ്റ് നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ നല്ല ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിനെ ഇതുപോലെ ബട്ടറിൽ ഒന്ന് ചൂടാക്കി എടുക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ അപ്പുറം ഇപ്പുറം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അത്രയും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബ്രെഡിലേക്ക് ഒരു സ്ലൈസിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതിനെ ഒന്ന് ടോപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിലേക്കും കൂടെ ഈ ബ്രെഡിൻ്റെ മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മളൊരു രണ്ട് ബ്രെഡിൻ്റെ മസ്ക ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 3 ടയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ബണ്ണിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ഇതായിരുന്നു. പിന്നെ നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇറാനി ചായയ്ക്ക് പകരം ബൂസ്റ്റർ ചായ ആയിരുന്നു. ഇറാനി ചായ എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്ക് അങ്ങനെ കുക്കറിൽ കുറുക്കിയെടുത്ത ടൈപ്പ് ചായ, ഒന്നാമത് പാല് ഭയങ്കര കുറുകുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ നമ്മൾ അത് കുടിച്ചു നോക്കിയപ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയത് ബൂസ്റ്റർ ചായ ആയിരുന്നു. ബൂസ്റ്റർ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചായ നോർമലി കട്ടൻ ചായ ഒരു ഏലക്ക ഇട്ടിട്ട് ചായ ഉണ്ടാക്കി. എന്നിട്ട് ഒരു കപ്പിൽ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ്, പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് ഈ ചായ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൽപ്പൊടി അല്ലെങ്കിൽ പാലിട്ടിട്ടുള്ള ചായ. എന്നിട്ട് അങ്ങനെ അതിലേക്ക് ഷുഗർ ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ബൂസ്റ്റിൽ തന്നെ കുറച്ച് മധുരമുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് പതപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. മുകളിലേക്ക് പൊക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല പതഞ്ഞ ബൂസ്റ്റർ ചായ കിട്ടും. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മസ്ക ബ്രെഡും
ഈ ബൂസ്റ്റർ ചായ ഇപ്പോൾ കൊച്ചിയിൽ ഒരുപാട് സ്ഥലത്ത് അവൈലബിളാണ്. പല ഫ്ലേവേഴ്സിലുള്ള ചായകൾ, ബൂസ്റ്റർ ചായ, അങ്ങനെ ബൂസ്റ്റർ ചായയിൽ തന്നെ പല പല ഫ്ലേവേഴ്സൊക്കെ അവൈലബിളാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളും മസ്ക ബൺ കഴിച്ച് ഇപ്പോൾ ഒരു വിധമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം ഈ ഒരു മസ്ക ബ്രെഡ് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്